Hello all, welcome to our YouTube channel. Simplification topic questions faster techniques are രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മളിപ്പം പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് കാണുക. ഇത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്ററായിട്ട് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് നോക്കിയത്. സ്പെഷ്യൽ കേസ് മൾട്ടിപ്ലിക്കേഷൻ ഇന്നും അതേപോലെ തന്നെ ചില സ്പെസിഫിക് കേസസ് എങ്ങനെ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കോംപ്ലിമെൻ്ററി പെയർസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമാണ് കോംപ്ലിമെൻ്ററി പെയർസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പായിട്ട് വരും. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിലെ നമ്പർ സെയിം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 73 × 77. ഇവിടെ ടെൻസിൻ്റെ പ്ലേസിലെ നമ്പർ സെയിം ആണ്. വൺസിൻ്റെ പ്ലേസിലെ നമ്പറിൻ്റെ സമ്മ് 10 ആണ്. വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ എന്ന് വെച്ചാൽ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ നോക്കിക്കേ, ടെൻസിൻ്റെ പ്ലേസിലെ നമ്പർ ഇവിടെയും 7 ആണ്, ഇവിടെയും 7 ആണ്. വൺസിൻ്റെ പ്ലേസിൽ ഇവിടെ 3 + 7 10 ആണ്. വേറൊരു പെയർ നോക്കുക, 86 × 84. ഇവിടെയും ടെൻസിൻ്റെ പ്ലേസിലെ നമ്പർ സെയിം ആണ്, 8 തന്നെയാണ് രണ്ടിടത്തും. അതേപോലെ യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 10 ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ആൻസർ വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, 3 × 7. ഈ 3 × 7 21 ആദ്യം എഴുതുക. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് 3 × 7 21. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 7 ഉണ്ടല്ലോ, 7ൻ്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പറായ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 7 × 8 56 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് 2 ഡിജിറ്റ് വരുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് 21 എഴുതുക. എന്നിട്ട് നമുക്ക് ഈ ടെൻസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ പ്രോഡക്റ്റ് എഴുതുക. ഇവിടെ അപ്പോൾ എത്ര വരും? ഈ 6 × 4 24 വരും. പിന്നെ 8 × 9 72 വരും. സിമിലർ 61 × 69 ആണെന്ന് വിചാരിക്കുക. ഇവിടെയും സെയിം കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് ടെൻസിൻ്റെ പ്ലേസിൽ സെയിം നമ്പറാണ്. വൺസിൻ്റെ പ്ലേസിലെ നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 6 7 42. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ പോരാ, കാരണം നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന നമ്പറിനെ നമ്മൾ എപ്പോഴും 2 ഡിജിറ്റായിട്ട് എഴുതണം. ഇവിടെ 1 × 9 എഴുതിയാൽ പോരാ, 0 എന്ന് എഴുതണം, 0 9 എഴുതണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇങ്ങനെ വരുന്ന പേഴ്സിനകത്ത് 1 9 വരുമ്പോൾ മാത്രമേ ഈ ഒരു കേസ് വരത്തുള്ളൂ. 2 8 ആണെന്നുണ്ടെങ്കിലും 16 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 8 വരുന്ന ഒരു വേറൊരു പേര് നോക്കുക, 42 × 48. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് 16 ആണ്. അത് ഓക്കെയാണ്. 4 × 5 20 എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പെയർസ് വരുന്ന സമയത്ത്, അതായത് വൺസിൻ്റെ പ്ലേസിലെ നമ്പർ കൂട്ടുമ്പോൾ 10 കിട്ടുകയും ടെൻസിൻ്റെ പ്ലേസിലെ നമ്പർ സെയിം നമ്പർ തന്നെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ വേറൊരു തരത്തിലുള്ള കോംപ്ലിമെൻ്ററി പെയറാണ് വൺസിൻ്റെ പ്ലേസിൽ സെയിം നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 68 × 48. ഇവിടെയും ടെൻസിൻ്റെ പ്ലേസിൻ്റെ സമ്മ്, ടെൻസിൻ്റെ പ്ലേസിലെ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 10 ആണ്. വൺസിൻ്റെ പ്ലേസ് സെയിം തന്നെയാണ്. ഇവിടെ 8, ഇവിടെയും 8. ടെൻസിൻ്റെ പ്ലേസിൽ 6 4 10. ഈ രീതിയിൽ വരുന്ന പെയർസിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എഴുതുന്നത് ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. അതായത് 8 8 64. ഇപ്പോൾ ഏത് നമ്പർ ആയാലും, ഇപ്പോൾ 7 ആണെങ്കിൽ 7 7 49, അങ്ങനെ സ്ക്വയറായിട്ട് എഴുതുക. അതിനുശേഷം ഈ പ്രോഡക്റ്റ് കാണുക, 6 × 4 24. 6 × 4 24ൻ്റെ കൂടെ ഈ നമ്മുടെ യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന നമ്പർ ആഡ് ചെയ്യുക. അതായത് 6 24 8 32. ആദ്യം നമ്മൾ ചെയ്തത് 8ൻ്റെ സ്ക്വയറിനെ ലാസ്റ്റ് 2 ഡിജിറ്റായിട്ട് എഴുതി. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ലാസ്റ്റ് 2 ഡിജിറ്റായിട്ട് വരുന്നതിന് നമ്മൾ പ്രോഡക്റ്റ് ഈവൻ നമുക്ക് സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണെങ്കിലും നമുക്കതിനെ 2 ഡിജിറ്റായിട്ട് എഴുതണം. ഫോർ എക്സാമ്പിൾ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ പ്രോഡക്റ്റ് കാണുക, ടെൻസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് അതിൻ്റെ കൂടെ ഈ ലാസ്റ്റ് ഡിജിറ്റ് കിടക്കുന്ന നമ്പർ ആഡ് ചെയ്യുക. അതായത് 6 × 4 24 + 8 32. വേറെ ഒരു എക്സാമ്പിൾ നോക്കുക, 41 × 61. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പ്രോഡക്റ്റ് എഴുതുക. പ്രോഡക്റ്റ് ഞാൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു
1 ആണ്, പക്ഷെ നമ്മളതിന് 0 1 എന്ന് വേണം എഴുതാൻ. പിന്നെ ചെയ്യേണ്ടത് 6 × 4 24 + 1 ചെയ്യുക, 2501. ഇവിടെ 04 എന്ന് എഴുതണം. 2ന്റെ സ്ക്വയർ 04 എന്ന് എഴുതുക. 7 3 21 2 23. 57 × 57 ആണെങ്കിൽ 49, 25 7 32. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് നിയർ ടു കോമൺ ബേസ് നമ്പർ. അപ്പം കോമൺ ബേസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ടെൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ബേസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. 10 എടുത്തിട്ട് ചെയ്യാം, 100 എടുത്തിട്ട് ചെയ്യാം, 1000 എടുത്തിട്ട് ചെയ്യാം. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത് 100 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സാണ്. കാരണം ടെൻസ് ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമുക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് ഫാസ്റ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 1000 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് അങ്ങനെ വലുതായിട്ട് 4 ഡിജിറ്റ് × 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ സാധാരണ ആവശ്യം വരാറില്ല. എങ്കിലും നമ്മളത് പറയുന്നുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ് വരുന്നത് 100 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ 102 × 108, 102 × 108 ചെയ്യുമ്പം നമ്മളിതിനെ 2 പാർട്ടാക്കുക. സെക്കൻഡ് പാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന നമ്പർ ഇവിടെ 100, ഇതെന്ന് പറഞ്ഞാൽ 100 + 2 ആണ്, ഇത് 100 + 8 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 102നെ ഒന്നുകിൽ ഈ 102ൻ്റെ കൂടെ ഈ 8 കൂട്ടുക, 102 8 110, അല്ലെങ്കിൽ ഈ 108ൻ്റെ കൂടെ ഈ 2 കൂട്ടുക. ഏതായാലും സെയിം നമ്പർ തന്നെയാണല്ലോ വരുന്നത്, 110. അത് നമ്മളിവിടെ എഴുതുക. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഓൾറെഡി അവിടെ 2 0 ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ 100 ആണ് ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്, അവിടെ 2 0 ഉണ്ട്. 10 ആണ് ബേസെങ്കിൽ ഇവിടെ 1 0 ആയിരിക്കും. 1000 ആണ് ബേസെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ 3 0 ആയിരിക്കും. ഇവിടെ നമ്മൾ 100 ആണ് ബേസ്, 100ന് 2 0 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടിൽ 2 ഡിജിറ്റ് വരണം. ആ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സ്ട്രാ ഡിജിറ്റ്സ് ഉണ്ടല്ലോ, 100 ബേസിൻ്റെ കൂടെ കൂട്ടുന്ന 2 നമ്പറുകൾ, ബേസിൻ്റെ കൂടെ ഇവിടെ 2 കൂട്ടി ഇവിടെ 8 കൂട്ടി, ആ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മുടെ ലാസ്റ്റ് വരുന്ന 2 നമ്പർ 110 16. ഇൻ കേസ് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് 2 ഡിജിറ്റ് ആക്കണം, അതായത് 0 ഇട്ട് കൊടുത്ത് 2 ഡിജിറ്റ് ആക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഈ 102ൻ്റെ കൂടെ ഈ 8 കൂട്ടി 110 ആക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ വിചാരിക്കാം 108ൻ്റെ കൂടെ 2 കൂട്ടി 110 ആക്കി, അത് നമ്മൾ എഴുതി. പിന്നെ ചെയ്യുന്നത് ഈ അഡീഷണൽ വരുന്ന ബേസിനോടുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് 2ഉം 8ഉം തമ്മിലുള്ള പ്രോഡക്റ്റ് 16, അതിവിടെ എഴുതി. 110 16 ഇതാണ് നമ്മുടെ ആൻസർ. വേറൊരു നമ്പർ നോക്കാം, 117 × 103 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 117നോട് 3 കൂട്ടും, അല്ലെങ്കിൽ 103നോട് 17 കൂട്ടും. രണ്ടായാലും നമ്മുടെ ഫസ്റ്റ് പാർട്ട് 120 ആണ്. പിന്നെ വരുന്നത് 17 × 3 51. അപ്പം നമ്മുടെ ആൻസർ ഇതായിരിക്കും നമ്മുടെ ആൻസർ. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതിപ്പോൾ നമ്മൾ പറയുന്ന നമ്പേഴ്സ് എല്ലാം 100ന് എബോവ് നിൽക്കുന്ന 100 ബേസ് ആയിട്ട് വരുന്ന 100നേക്കാൾ വലിയ നമ്പേഴ്സിൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 109 × 115 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 109 + 15 124. രണ്ടാമത്തെ പാർട്ടിൽ 135 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റ് 2 പാർട്ടിൽ നമുക്ക് 2 ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 35 മാത്രം അവിടെ എഴുതണം. ഈ 1 ഇപ്പുറത്തോട്ട് കൊടുക്കണം, അതായത് 124 + 1 125 വരും. എനിക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 15 × 9 നമുക്ക് 135 എന്നാണ് കിട്ടുന്നത്. ആ 135നെ നമ്മൾ അതേപോലെ എഴുതി 124 1,24,135 അല്ല ഇതിൻ്റെ ആൻസർ. പിന്നെന്താണ്, 109ഉം 15ഉം 124 ഫസ്റ്റ് പാർട്ടിൽ അത് എഴുതി. രണ്ടാമത്തെ പാർട്ടിൽ പ്രോഡക്റ്റ് നമ്മൾ 135 എന്ന് എഴുതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സെക്കൻഡ് പാർട്ടിൽ 2 ഡിജിറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ 35 മാത്രമേ അവിടെ വരാവുള്ളൂ. ഒന്നിങ്ങനെ ഇപ്പുറത്തോട്ട് എടുക്കണം. ആ ഇപ്പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ 124ൻ്റെ കൂടെ ആ 1 ആഡ് ചെയ്തിട്ട് 125. അപ്പം 12,535 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി വേറൊരു കേസ് നോക്കുക.
102 ഇൻറ്റു 103 ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് എഴുതാം? 105. രണ്ടാമത്തെ പാർട്ടിൽ 6 എന്ന് എഴുതരുത്, 0 എന്ന് എഴുതണം. 06 എന്ന് വേണം എഴുതാൻ. ഇങ്ങനെയാണ് നമ്മൾ 100 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ 100നേക്കാൾ മുകളിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയത് 100നേക്കാൾ മുകളിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ 100നോട് അടുത്ത് നിൽക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി 100നേക്കാൾ കുറച്ചും കൂടെ കുറവുള്ള നമ്പേഴ്സ് 100നോട് അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം 95ഉം 96ഉം ഇത് രണ്ടും 100ലും താഴെയാണ്. ഈ നമ്പേഴ്സും 100ഉം തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നോക്കുക. ഇത് 100ഉം 95ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 95ൽ നിന്ന് 100 പോയാൽ എത്രയാണ്? -5 അല്ലേ? അതേപോലെ 96ൽ നിന്ന് 100 പോയാൽ -4. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ മറ്റേ കേസ് ഒന്ന് നോക്കുക. 108 ഇൻറ്റു 107 ആണെങ്കിൽ നമ്മൾ ആ ഡിഫറൻസ് ഈ 108നോട് ഈ 7 ആഡ് ചെയ്യല്ലേ ചെയ്തത്. നമുക്ക് ആ 115 കിട്ടാൻ വേണ്ടി ഈ 108നോട് 7 ആഡ് ചെയ്തു, അല്ലെങ്കിൽ 107നോട് 8 ആഡ് ചെയ്തു. അപ്പോൾ രണ്ടായാലും നമുക്ക് 115 കിട്ടും. സെയിം കേസ് തന്നെ ഇവിടെയും നമ്മൾ 96നോട് -5 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 95നോട് -4 ആഡ് ചെയ്യുക. ഒന്നുകിൽ 95നോട് -4 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 96നോട് -5 ആഡ് ചെയ്യുക. രണ്ടും എന്താണ് ആൻസർ? 91 അല്ലേ? അതായത് 96 പ്ലസ് -5 എന്ന് വെച്ചാൽ 96 - 5 91 തന്നെ. 95 പ്ലസ് -4 എന്ന് വെച്ചാൽ 95 - 4 91 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 91 എന്ന് പറയുന്ന നമ്പറാണ്. രണ്ടാമത്തെ പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിഫറൻസിൻ്റെ പ്രോഡക്റ്റ്, ഇവിടെയും ഡിഫറൻസിൻ്റെ പ്രോഡക്റ്റ് അല്ലേ നമ്മളെടുത്തത്. ഇവിടുത്തെ ഡിഫറൻസിൻ്റെ പ്രോഡക്റ്റ് 8 × 7 56 അല്ലേ നമ്മളെടുത്തത്. ഇവിടെയും ഡിഫറൻസിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് എടുക്കേണ്ടത്. -5 × -4 എത്രയത്? +20 അല്ലേ? അപ്പം നമ്മുടെ ആൻസർ 9120 എന്നാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ഈ നമ്പറിനകത്തും 8 7 തന്നെയാണ്, ഈ ഡിഫറൻസും 8 7 തന്നെയാണ്. അപ്പം നമുക്ക് ആ 56 ഇങ്ങനെ കിട്ടും. ഇവിടെ ആണെങ്കിൽ നമ്പറിലുള്ള പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ ബൈ മിസ്റ്റേക്ക് ഈ 5ഉം ഈ 6ഉം ആണെന്ന് ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30 ആണ് കിട്ടുന്നത്. അതല്ല ആൻസർ. ഈ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. -5 × -4 +20 അതാണ് എഴുതേണ്ടത്. അല്ലാതെ ഈ 5ഉം 6ഉം അല്ല. 100നേക്കാൾ താഴെയുള്ള നമ്പേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ല, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന കേസ് ഇവിടെ വരും. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ട് രീതി മനസ്സിലാക്കിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ എന്താണോ 100നേക്കാൾ കൂടുതൽ അത് തന്നെ ആയിരിക്കും നമുക്ക് മുകളിലും വരുന്ന നമ്പേഴ്സ്. ഇവിടെ അങ്ങനെ അല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ 5 × 6 30 എഴുതി വെക്കരുത്. -5 × -4 +20 ആണ് നമ്മൾ എഴുതേണ്ടത്. 89 × 93 ആണെന്ന് വിചാരിക്കുക. 89 ആകുമ്പോഴത്തേക്കും 100ആയിട്ടുള്ള ഡിഫറൻസ് -11 വരും. ഇതാകുമ്പോഴത്തേക്കും -7 വരും. നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. 89 - 7 82, തിരിച്ച് 93 - 11 ആയാലും 82 തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് 77 +77 11 7 77 പോസിറ്റീവാണ്. 82 77 ഇതായിരിക്കും നമ്മുടെ ആൻസർ. വേറൊരു എക്സാമ്പിൾ നോക്കുക. 96 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിത് പഠിച്ച ഒരു പെയർ ആണല്ലോ എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ കേസിൽ പോകത്തേ ഉള്ളൂ. ഇപ്പോൾ 83 × 96 നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഡിഫറൻസ് -17 ആണ്, ഇവിടെ ഡിഫറൻസ് -4 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. 83 - 4 79, പിന്നെ 17 4 68 79 68 ആണ് ആൻസർ. 83 ഒന്നെങ്കിൽ 4 കുറയ്ക്കുക, അല്ലെങ്കിൽ 96 17 കുറയ്ക്കുക. രണ്ടായാലും 79 കിട്ടും. പിന്നെ ഈ 17 × 4 68 പോസിറ്റീവാണ്, സൈൻ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സിമിലർ ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 100 ബേസ് ആയിട്ട് വരുന്ന രണ്ട് കേസസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. 100 എബോവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും 100 ബിലോ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും. ഇനി നമ്മൾ ഒരു നമ്പർ 100 ബിലോയും ഒരു നമ്പർ 100 എബോവ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ 96ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -4 ആണ്. 102ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് +2 ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. 96ഉം 2ഉം 98, അല്ലെങ്കിൽ 102 + -4 രണ്ടായാലും നമ്മുടെ ആൻസർ 98 തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിൽ 98 തന്നെയാണ് വരുന്നത്. 96ഉം 2ഉം 98, അല്ലെങ്കിൽ 102 - 4 98. പിന്നെ ചെയ്യേണ്ടുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഡിഫറൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. -4 × +2 എന്ന് പറഞ്ഞാൽ
-8 ആണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്ത പോലെ നമുക്ക് -8 ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ, മൈനസ് അല്ലേ സൈൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു 2 0 ഉണ്ട്. നമ്മൾ ആ നേരത്തെ 2 ടൈപ്പിനകത്തും നമ്മൾ ഈ 2 0യെ കവർ ചെയ്തിട്ട് നമ്മൾ ആ നമ്പർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്പർ ആഡ് ചെയ്തങ്ങ് പോവായിരുന്നു ചെയ്തത്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 8 നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കണം. 98 2 നിന്നും 8 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 9792. നമ്മുടെ ആൻസർ 9792 ആണ്. 96 × 102ൻ്റെ ആൻസർ. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 89 × 101. 89 എന്ന് പറയുമ്പോഴത്തേക്കും 100 ഡിഫറൻസ് -11 ആണ്, ഇത് +1 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക, 2090 കിട്ടും. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -11 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 90 20 -11 കുറച്ച് കൊടുക്കുക. 8989 ആണ് ഇതിൻ്റെ ആൻസർ. 89 × 101ൻ്റെ ആൻസർ 8989. 100 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ 3 കേസസ് നോക്കി. ഇനി നമുക്ക് ടെൻസ്, തൗസൻഡ്സ് ഒക്കെ ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഏറ്റവും അധികം നിങ്ങൾക്ക് ആവശ്യം വരുന്ന 100 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മളത് ഇതിൽ കൂടുതൽ നേരം ഡിസ്കസ് ചെയ്തത്. ടെൻസ് ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമുക്ക് വേറെ പല മെത്തേഡുകളിലും ചെയ്യാൻ പറ്റും. എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 18 × 19 ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 18നോട് 9 കൂട്ടുക 27. രണ്ടാമത്തെ പാർട്ടിൽ 9 × 8 72. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, കാരണം നമുക്കറിയാം 10 ബേസ്. അപ്പം ലാസ്റ്റ് രണ്ടാമത്തെ പാർട്ടിൽ ഒരു ഡിജിറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ, അതായത് 2 മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഈ 7 ഇപ്പുറത്ത് വരും, 342. ഈ 7 27നോട് കൂടി കൂട്ടിയിട്ട് 342. വേറൊരു എക്സാമ്പിൾ നോക്കുക. 16 × 14 ആണെന്ന് വിചാരിക്കുക. 16 4 20, 6 4 24. രണ്ടാമത്തെ പാർട്ടിൽ ഒരു ഡിജിറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അപ്പം 224 ആയിരിക്കും. അപ്പോൾ 1000 ആയിട്ട് വരുന്ന 1000 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നോക്കുക. 1032 × 1004 ആണെന്ന് വിചാരിക്കുക. ഇവിടെയും നമ്മുടെ ലാസ്റ്റ് പാർട്ടിൽ 3 ഡിജിറ്റ് വരും, അത് ഓർമ്മിച്ചോളുക. 32 × 4 എത്രയാണ്? 64 128 അല്ലേ? അവിടെ 3 ഡിജിറ്റ് തന്നെ, അത് കറക്റ്റ് തന്നെയാണ്. പിന്നെ 1032നോട് കൂടി 4 കൂട്ടുക, അല്ലെങ്കിൽ 1004നോട് 32 കൂട്ടുക. രണ്ടായാലും 1036 കിട്ടും. നമ്മുടെ ആൻസർ 1036 128 എന്നായിരിക്കും. അതുപോലെ 1000 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിന് നമുക്ക് സെയിം ടെക്നിക്കിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ 100 എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ 1000 ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാത്തത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 ഡിജിറ്റ് × 4 ഡിജിറ്റ് ഒന്നും അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ടിൽ വരാറില്ല. വന്നാൽ തന്നെ അത് DIക്കകത്തൊക്കെ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് വേറെ ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലുള്ള കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ, നോർമൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വലിയ നമ്പേഴ്സിന് വരാറില്ല. എപ്പോഴും 2 ഡിജിറ്റും 3 ഡിജിറ്റും ആണ് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ പാർട്ട് 1 വീഡിയോയിലും ഇപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കേസസ് വരുമ്പോഴുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഫാസ്റ്റർ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര ട്രിക്സ് അറിയാം എന്നുള്ളതല്ല നിങ്ങളുടെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഘടകം. നിങ്ങളത് എങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സ്പീഡ് ബൂസ്റ്റ് ആവുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ട്രിക്സിൻ്റെ നോളജ് ഒന്നുമല്ല, പ്രാക്ടീസ് ലെവൽ എത്ര എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സ്പീഡ്, കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോംപ്ലിമെൻ്ററി പെയർ അല്ലെന്നുണ്ടെങ്കിൽ 100-നടുത്ത് വരുന്ന പെയർ, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ, നോർമൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഫാസ്റ്ററായിട്ട് ചെയ്യാം. നമ്മൾ 24 × 12 ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതിനെ 2 സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിനെ 24 × 10 ചെയ്തിട്ട് 24 × 2 ചെയ്ത് ആഡ് ചെയ്താൽ പോരെ. 24 × 10 നമ്മുടെ മൈൻഡിൽ തന്നെ കിട്ടത്തില്ലേ? 240. 24 × 2 നമ്മുടെ മൈൻഡിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ബോർഡിൽ അല്ലെങ്കിൽ പേപ്പറിലൊന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് മൈൻഡ് ചെയ്യാൻ പറ്റും. 24 × 12 എന്ന് പറഞ്ഞാൽ 240 + 48 ആണ്. 36 × 52 ആണെന്ന് വിചാരിക്കാം. 36 × 52. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. 360ൻ്റെ പകുതി 36 × 5 180 ആണ്. 50 ആകുമ്പോഴത്തേക്കും 1800. 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 5 കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 50 ആകുമ്പോഴത്തേക്കും 1800. അതിൻ്റെ കൂടെ 36 × 2 ആഡ് ചെയ്യുക, 1872.
ഇതൊക്കെയാണ് മൈൻഡ് മാത്സ്. നമുക്ക് എത്ര വലിയ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ നമ്പേഴ്സ് ആയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 148 × 201 ആണെന്ന് വിചാരിക്കുക. 148 × 201 ആണെങ്കിൽ 148നെ നമ്മൾ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്ര 296 ആണ്. 200 ആകുമ്പോഴത്തേക്ക് 2 0 ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തവണയും കൂടെ 148 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 29,740. വേറൊരു എക്സാമ്പിൾ നോക്കുക. 67 × 21. 67 × 21 ആകുമ്പം 67 2 13 134 1340 വരും. അതിൻ്റെ കൂടെ ഒരു 67 കൂടെ ആഡ് ചെയ്യണം അല്ലേ. 67 × 2 ആണ് 1340. അതിൻ്റെ കൂടെ ഒരു 67 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്യാം. അങ്ങനെ 1340നോട് 60 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1400 കിട്ടും. അതിനോട് 7 ആഡ് ചെയ്യുക, 1407. ഇതുപോലെ സിമിലർ ആയിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മൈൻഡ് മാത്സ് ചെയ്യാൻ പറ്റും. അപ്പം സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റാത്ത കേസസ്, ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത നമ്പേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം 21, 52 ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ആണല്ലോ നമ്മൾ എടുത്തത്. ഇപ്പോൾ 57 മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ 57, 67 ഒക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ മൈൻഡ് മാത്സ് അത്ര ഈസി ആയിട്ട് കിട്ടത്തില്ല. അതിന് നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് 2 സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഇപ്പം നമ്മുടെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ തന്നെ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ 87 × 64 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് എങ്ങനെ ഇതിന് ചെയ്യാമെന്ന് നോക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 87 × 64 വേദിക് മാത്സ് മെത്തേഡാണിത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസിന് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 4 28. 28ൻ്റെ 2 അവിടെ എഴുതി. 2 ബാലൻസ് ഉണ്ട്, റിമൈൻഡർ അത് എഴുതി. പിന്നെ ചെയ്യുന്നത് ഈ 8 × 4 32, 6 × 7 42 കൂടെ ആഡ് ചെയ്യുക. 8 × 4 32 പ്ലസ് 7 × 6 42 എത്രയത് 74 അല്ലേ. 74 + 2 76. അതിൻ്റെ 6 അവിടെ എഴുതി. 7 ബാലൻസ് ഉണ്ട്. അതിനെ വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 6 ടെൻസിൻ്റെ പ്ലേസിലെ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 8 6 48, 48 7 55. ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. എന്ന് മാത്രമല്ല കുറേയൊക്കെ നിങ്ങൾ ഈ ബാലൻസ് ഒക്കെ മൈൻഡിൽ വെക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ചെയ്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വളരെ എന്താ പറയുന്നത് ഒട്ടും മൈൻഡ് മാത്സ് ട്രെയിൻ ആവാത്ത രീതിയിലാണ് നമ്മുടെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതിനേക്കാൾ നല്ലതാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവിടെ 6 7 42 4 32 ഇത് നിങ്ങളിവിടെ എഴുതി കൂട്ടി കഴിഞ്ഞാൽ ഇതിൽ യാതൊരു യൂസും ഇല്ല. അത് നിങ്ങൾ മൈൻഡിൽ തന്നെ ചെയ്യണം. ഇതിനകത്ത് വരുന്ന എല്ലാ അഡീഷനും ഇതിനകത്ത് വരുന്ന എല്ലാ മൾട്ടിപ്ലിക്കേഷനും മൈൻഡിൽ തന്നെ ചെയ്താലേ ഈ ഒരു മെത്തേഡിന് ബെനിഫിറ്റ് ഉള്ളൂ. അപ്പം നിങ്ങളത് ട്രെയിൻ ചെയ്തെടുക്കുക. ആദ്യം കൊച്ചു ഡിജിറ്റ് എടുക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ 97 × 89 ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മൈൻഡിൽ ആദ്യം കിട്ടാൻ പാടായിരിക്കും. അതിന് പകരം ചെറിയ നമ്പേഴ്സ് എടുത്ത് ചെയ്ത് നോക്കുക. 23 × 34 ഇതേപോലെയൊക്കെയുള്ള നമ്പേഴ്സ് എടുത്ത് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൈൻഡിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റ് പ്ലേസിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 4 28. അതിൻ്റെ 8 ഇവിടെ എഴുതി. 2 നമ്മൾ മുകളിൽ ബാലൻസ് എഴുതി. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 8 × 4 32, 6 × 7 42 കൂടി ആഡ് ചെയ്യുമ്പോൾ 74 കിട്ടും. 74ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. 76 എഴുതി. 76ൻ്റെ 6 ഇവിടെ എഴുതി. 7 ബാലൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് 8 × 6 48 + 7 55. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 32 × 72. 2 × 2 4. പിന്നെ 3 2 6 7 2 14. 14 6 20. 2 ബാലൻസ് ഉണ്ട്. 23 21 2 23. 2304. 75 × 65. 5 5s are 25. 2 ബാലൻസ് ഉണ്ട്. 7 35 30. 65 65 2 67. 6 ബാലൻസ് ഉണ്ട്. 7 42 6 48. 4875. ഓക്കെ, നമ്മൾ 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് നോക്കാം. 371 × 122. 371 × 122 ഈ ഒരു നമ്പറിനെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വേദിക് മാത്സ് വെച്ച് ഒറ്റ സ്റ്റെപ്പ് അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 3 സ്റ്റെപ്പും പിന്നെ അഡീഷനും ആണ്. അതാണ് നമ്മൾ കട്ട് ഷോർട്ട് ചെയ്ത് ഒരൊറ്റ സ്റ്റെപ്പ് ആക്കുന്നത്. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം വൺസിൻ്റെ പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2
അതിവിടെ എഴുതി. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 + 7 × 2 എത്രയത്? 14 2 16. 16ൻ്റെ 6 ഇവിടെ എഴുതി. 1 ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് 3 × 2 + 1 × 1 ഈ 100s-ഉം 1s-ഉം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 100s-ഉം 1s-ഉം കൂടെ 3 × 2 + 1 × 2. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റെപ്സ് ഒന്നുകൂടി എഴുതാം. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 × 2 2 ആയിരുന്നു. അടുത്തത് 2 × 1 + 7 × 2 എത്രയാണ്? 16 ആണ്. അതിൻ്റെ 6 നമ്മളിവിടെ എഴുതി. 1 ക്യാരി ഓവർ ചെയ്തു. പിന്നെ ചെയ്യുന്നത് 3 × 2 + 1 × 1 പ്ലസ് നടുക്കത്തെ 2 ടെൻസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പേഴ്സ് പ്രോഡക്റ്റ് കണ്ടിട്ട് അതും ആഡ് ചെയ്യുക. 7 2 14 എത്ര വരും? അത് 1 2 6 1 7 7 14 7 21. 21ൻ്റെ കൂടെ നമ്മൾ ക്യാരി ഓവർ ചെയ്ത കൂടെ കൂട്ടുമ്പോൾ 22 കിട്ടും. 2 ഇവിടെ എഴുതി. അടുത്തത് ഇവിടെ ഈ പാർട്ടിനെ നമ്മൾ സാധാരണ 2 ഡിജിറ്റിന് ചെയ്ത പോലെ ചെയ്യാം. 1 × 7 7 പ്ലസ് 3 × 2 6. പതിമൂന്ന്. 13ൻ്റെ കൂടെ നമ്മൾ നേരത്തെ 2 ഉണ്ട്. ഇപ്പോൾ 15 കിട്ടും. ഒരു 1 ബാലൻസ് ഉണ്ട്. അത് ക്യാരി ഓവർ ചെയ്തു. പിന്നെ ഈ 3 × 1 ചെയ്യുക. 3 × 1 = 3. ആ 3യുടെ കൂടെ ഈ 4 കൂടെ ആഡ് ചെയ്യുക. 45,262 ആണ് ആൻസർ. നമ്മൾ എത്രേ ചെയ്തിട്ടുള്ളൂ? 1 × 2 ആദ്യം എഴുതി. പിന്നെ 7 × 2 + 2 7 × 2 14 + 2 16 ആണ്. 16ൻ്റെ 6 ഇവിടെ എഴുതി. 1 ക്യാരി ഓവർ ചെയ്തു. അടുത്ത സ്റ്റെപ്പായിട്ട് വന്നത് 3 × 2 6 + 1 3 2 6 1 7 7 14 21 21 1 22ൻ്റെ 2 ഇവിടെ എഴുതി. പിന്നെ വീണ്ടും 2 ബാലൻസ് ഉണ്ടായിരുന്നു. 2 ക്യാരി ഓവർ ചെയ്തു. പിന്നെ 3 × 2 6 + 7 × 1 7 7 6 13 2 15 അതിൻ്റെ 5 ഇവിടെ എഴുതി. 1 ബാലൻസ് ഉണ്ടായിരുന്നു. 3 × 1 + 4 45,262. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും ഈ മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. 816 × 314. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് ഇവിടെ ഈ നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള സ്റ്റെപ്സ് ഞാൻ എഴുതുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് യൂണിറ്റ് ബേസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 4 24. അതിൻ്റെ 4 ഇവിടെ എഴുതുക. 2 ബാലൻസ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടുന്നത് ക്രോസ് മൾട്ടിപ്ലൈ. 1 × 4 + 6 × 1 1 × 4 4 + 6 × 1 6 10 10ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക 12 2 ഇവിടെ എഴുതി. 1 ബാലൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 100s-ൻ്റെ പ്ലേസും യൂണിറ്റ് പ്ലേസും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഈ 8 4 32 6 3 18 18 32 50 50ൻ്റെ കൂടെ ഈ 1 × 1 കൂടെ ആഡ് ചെയ്യണം. 1 × 1 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 51. പിന്നെ നമ്മുടെ ബാലൻസ് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 52 കിട്ടും. 52ൻ്റെ 2 കൂടെ എഴുതുക. 5 റിമൈനിങ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടുന്നത് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 10s-ൻ്റെ പ്ലേസും 100s-ൻ്റെ പ്ലേസും തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 × 1 3 + 8 × 1 8 8 3 11 11 5 16 5 ബാലൻസ് ഉണ്ടായിരുന്നു. ആ 5 കൂടെ കൂടുമ്പോഴത്തേക്കും 16. പിന്നെ 1 ആണ് ബാലൻസ്. പിന്നെ 8 × 3 24 + 1 25. ഇപ്പോൾ 2,56,224 എന്ന് കിട്ടി. ഇത് നമ്മൾ 3 സ്റ്റെപ്സ് എഴുതി ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് 1 സ്റ്റെപ്പിൽ കിട്ടും. ഇനി സിമിലർ ഇപ്പോൾ നമ്മൾ 3 ഡിജിറ്റ് × 3 ഡിജിറ്റ് ആണ് നോക്കിയത്. 3 ഡിജിറ്റ് × 2 ഡിജിറ്റ് ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് 100s-ൻ്റെ പ്ലേസിൽ 0 ആയിരിക്കും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കുക. 182 × 47. ഇവിടെ നമുക്കറിയാം 3 ഡിജിറ്റ് × 2 ഡിജിറ്റ് ആണ്. നമ്മുടെ 100s-ൻ്റെ പ്ലേസിലെ നമ്പർ 0 ആണ്. അതവിടെ 0 ആയിട്ട് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 7 × 2 14ൻ്റെ 4 ഇവിടെ എഴുതി. ഒരു 1 ബാലൻസ് ഉണ്ട്. 8 56 8 8 56 8 64 64 1 65ൻ്റെ 5 ഇവിടെ എഴുതി. 6 ബാലൻസ് ഉണ്ട്. 56 എന്ന് പറഞ്ഞാൽ ഈ 8 × 7 56ഉം ഈ 4 × 2 8ഉം 56 + 8 64. 64ൻ്റെ കൂടെ നമ്മൾ ഈ 1 കൂട്ടിയായിരുന്നു. അപ്പോഴാണ് നമുക്ക് 65 കിട്ടിയത്. പിന്നെ ബാലൻസ് 6 ആണുള്ളത്. പിന്നെ ചെയ്യേണ്ടുന്നത് ഈ 1 × 7 7 + 2 × 0 0 കൂട്ടണം.
അപ്പോൾ അവിടെ നമുക്കറിയാം ഇത് 0 ആയി പോകും. പിന്നെ 1 7 7 എന്നാലും 32 32 7 39. ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 32. ഈ 1 into 7 ചെയ്യുമ്പോൾ കിട്ടുന്ന 7 കൂടെ ആഡ് ചെയ്യുമ്പോൾ 39. 39ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക 45. 45ൻ്റെ 5 അവിടെ എഴുതി 4 ക്യാരി ഓവർ എഴുതി. പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടുന്നത് 1 into 4 4 പ്ലസ് 8 into 0. അപ്പോൾ 1 into 4 4 മാത്രമേ ഉള്ളൂ, ഇവിടെ 0 ആയി പോകും. 1 into 4 4 പ്ലസ് 4 8 കിട്ടും. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ 0 ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇല്ല. നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി 8554. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച സ്പീഡ് മാത്സ് ട്രിക്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ ബേസിക്സിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ ബീയിങ് വിത്ത് അസ്.